ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് പാട്ടുപ്രസ്ഥാനം. പാട്ടു സാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്ന കൃതി ലീലാ തിലകം. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ആരാണ്? കാഡ്വെൽ. ലീലാ തിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത് ആര്? ആറ്റൂർ കൃഷ്ണ പിഷാരടി. മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി രാമചരിതം. രാമചരിതത്തിൻ്റെ കർത്താവ് ശ്രീരാമൻ. രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് പടലങ്ങൾ. രാമചരിതം രചിച്ചത് രാമായണത്തിലെ ഏത് കാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? യുദ്ധകാന്ഡം. കേരളത്തിൽ ഭക്തിപ്രസ്ഥാനം തുടങ്ങിയത് ആരുടെ വരവോടുകൂടിയാണ്? കണ്ണശന്മാർ. കണ്ണശന്മാർ അറിയപ്പെടുന്ന മറ്റൊരു പേര് നിരണം കവികൾ. കണ്ണശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമം നിരണം, തിരുവല്ല. മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികൾ കണ്ണശന്മാർ. കണ്ണശ രാമായണം എഴുതിയത് രാമപ്പണിക്കർ. കണ്ണശ ഭാരതം രചിച്ചത് രാമപ്പണിക്കർ. ഭാരതമാല രചിച്ചത് ശങ്കരപ്പണിക്കർ. ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് മാധവപ്പണിക്കരാണ്. 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാളം. മണിപ്രവാള സാഹിത്യത്തിലെ പ്രധാന ഭാഷകൾ മലയാളവും സംസ്കൃതവുമാണ്. മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം മുത്തും പവിഴവും. മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യകാല കൃതികൾ അല്ലെങ്കിൽ പ്രാചീന മലയാള ചമ്പുക്കൾ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചെരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നിവയാണ്. പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതി ചന്ദ്രോത്സവം. നിരണം കവികൾ എന്നറിയപ്പെടുന്നവർ രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ. വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹൻ നമ്പൂതിരി. വീരവിരാട കുമാരവിഭോ എന്നു തുടങ്ങുന്ന വരികളുടെ രചയിതാവ് ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം. ഓമനത്തിങ്കൾ കിടാവോ എന്നു തുടങ്ങുന്ന താരാട്ടുപാട്ടിൻ്റെ രചയിതാവ് ഇരയിമ്മൻ തമ്പി. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ചെറുശ്ശേരി. ആരുടെ രാജസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി? ഉദയവർമ്മരാജൻ്റെ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥയുടെ രചയിതാവും ചെറുശ്ശേരി തന്നെ. ശ്രീകൃഷ്ണചരിതം ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കാവ്യമാണ് ശ്രീകൃഷ്ണഗാഥ. ആധുനിക രീതിയിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതി കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ്. ശ്രീകൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന വൃത്തം മഞ്ജരി. പുനം നമ്പൂതിരിയുടെ പ്രസിദ്ധ കാവ്യമാണ് രാമായണം ചമ്പു. അരക്കവി എന്നറിയപ്പെടുന്നത് പുനം നമ്പൂതിരിയാണ്. ഭാഷാനൈഷധം ചമ്പുവിൻ്റെ കർത്താവ് മഴമംഗലം നമ്പൂതിരി. മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ കൃതിയാണ് രാമകഥാപാട്ട്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. പ്രധാന തുള്ളൽ രൂപങ്ങളാണ് ഓട്ടൻ, പറയൻ, ശീതങ്കൻ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം. ഏതുതരം തുള്ളൽ രൂപമാണ് കല്യാണ സൗഗന്ധികം? ശീതങ്കൻ തുള്ളൽ. ഓട്ടൻ തുള്ളലിലെ പ്രധാന വൃത്തം തരങ്കിണിയാണ്. പ്രാചീന കവിത്രയങ്ങളാണ് എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയങ്ങൾ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം തിരൂർ, മലപ്പുറം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവും എഴുത്തച്ഛൻ തന്നെയാണ്. പൊതുമലയാളമതൻ മഹേശൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. എഴുത്തച്ഛൻ രചിച്ച കൃതികളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം. ഭക്തകവി എന്നറിയപ്പെടുന്നത് പൂന്താനം. ജ്ഞാനപ്പാന, സന്താനഗോപാലം, ശ്രീകൃഷ്ണ കർണാമൃതം എന്നിവ രചിച്ചത് പൂന്താനമാണ്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. രാമനാട്ടം വികസിപ്പിച്ചെടുത്തത് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥയാണ്. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആട്ടക്കഥയായി അറിയപ്പെടുന്നത് നളചരിതമാണ്. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്ന് വിശേഷിക്കപ്പെടുന്നത് ഉണ്ണായി വാര്യരാണ്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം സംക്ഷേപ വേദാർത്ഥം.
സംക്ഷേപ വേദാന്തം രചിച്ചത് ക്ലെമന്റ് പിയാനോസ് ആണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യർ. വഞ്ചിപ്പാട്ട് രചിച്ചിരിക്കുന്ന വൃത്തം നദോന്നത. കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതിയാണ് തിരുനിഴൽമാല. ഒരു പ്രാദേശിക ഭാഷയിൽ അർത്ഥശാസ്ത്രത്തിനുണ്ടായ ആദ്യ വ്യാഖ്യാനമാണ് ഭാഷാ കൗടലീയം. മലയാള പദങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള കാവ്യരചനാ രീതി പച്ച മലയാള പ്രസ്ഥാനം. പച്ച മലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് നല്ല ഭാഷ. രചിച്ചിരിക്കുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. ഉമാകേരളം, വാൽമീകി രാമായണം, കേരള പാണിനീയം എന്നിവയ്ക്ക് അവതാരിക എഴുതിയതും കേരളവർമ്മ വലിയകോയി തമ്പുരാൻ തന്നെയാണ്. മയൂര സന്ദേശം രചിച്ചതും കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കെ.സി. കേശവപിള്ളയുടെ മഹാകാവ്യമാണ് കേശവീയം. മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യവും ഇതുതന്നെയാണ്. മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവിയാണ് കുമാരനാശാൻ. കുമാരനാശാൻ രചിച്ച ആദ്യ കൃതി വീണപൂവ്. വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത കാൽപ്പനിക ഖണ്ഡകാവ്യമാണ് വീണപൂവ്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ട വ്യക്തിയാണ് കുമാരനാശാൻ. നവോത്ഥാനത്തിൻ്റെ കവി എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരനാണ്. ആശാനെ വിപ്ലവത്തിൻ്റെ ശുക്ലനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാന് മഹാകവി എന്ന ബിരുദം നൽകിയ യൂണിവേഴ്സിറ്റിയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി 1922. കുമാരനാശാൻ കുട്ടികൾക്കായി രചിച്ച കൃതിയാണ് പുഷ്പവാടി. ഒരു സ്നേഹം എന്ന ആശാൻ പേര് നൽകിയ കാവ്യമാണ് നളിനി. ആശാൻ്റെ അവസാന കൃതിയാണ് കരുണ. മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. ആശാൻ്റെ സീതാകാവ്യം രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. ആശാൻ അന്തരിച്ചത് 1924 ജനുവരി 16 ആലപ്പുഴ പല്ലനയാറ്റിൽ റെഡീമർ ബോട്ട് അപകടത്തിൽ. ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന തോന്നയ്ക്കലാണ്, തിരുവനന്തപുരം. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. സർ എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന ഗ്രന്ഥത്തിൻ്റെ വിവർത്തനം ശ്രീബുദ്ധചരിതം. കുമാരനാശാൻ്റെ പ്രധാന കൃതികളാണ് നളിനി, വീണപൂവ്, ചണ്ടാല ഭിക്ഷുകി, ലീല, പ്രരോദനം, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, കരുണ, പുഷ്പവാടി, ഒരു സിംഹപ്രസവം, ബാലരാമായണം, ശ്രീബുദ്ധചരിതം. ഉള്ളൂർ രചിച്ച പച്ച മലയാള കൃതിയാണ് ഒരു നേർച്ച. ഉള്ളൂർ എഴുതിയ ചെമ്പുകൃതി സുജാദോഹം. ഉള്ളൂർ രചിച്ച നാടകമാണ് അമ്പ. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഉമാകേരളം. പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. കേരള സാഹിത്യ ചരിത്രം അദ്ദേഹത്തിൻ്റെ രചനയാണ്. അമേരിക്കൻ വനിത കാതറിൻ മേയോട് ഭാരത സ്ത്രീത്വത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന ഉള്ളൂരിൻ്റെ കൃതിയാണ് ചിത്രശാല. മറ്റ് കൃതികൾ ഹീര, പിങ്കള, ഭക്തിദീപിക, കേരള സാഹിത്യ ചരിത്രം, ഉമാകേരളം അത് മഹാകാവ്യമാണ്, കർണഭൂഷണം, ചിത്രശാല, പ്രേമസംഗീതം എന്നിവയാണ്. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോൻ. വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസിനെ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങൾ എന്ന കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ്റെ. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകമാണ് കൂട്ടുകൃഷി. വികാരതീവ്രമായ കവിതയിലൂടെ മലയാളത്തിൽ ശ്രദ്ധ നേടിയ ചങ്ങമ്പുഴയുടെ സമകാലികനായ കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടപ്പള്ളിയെക്കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യമാണ് രമണൻ. ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനമാണ് ദേവഗീത. ഗീതാഗോവിന്ദത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഭാഷാ അഷ്ടപതി. ചങ്ങമ്പുഴ എഴുതിയ നോവലാണ് കളിത്തോഴി. ഹിമാലയ യാത്രയുടെ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ വിവരിക്കുന്ന MP വീരേന്ദ്രകുമാർ എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമാണ് ഹൈമവത ഭൂവിൽ. അതിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൈരളിയുടെ കഥ എന്ന സാഹിത്യ ചരിത്രം എഴുതിയത് N. കൃഷ്ണപിള്ളയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള കൃതിയാണ് കേരള ഭാഷാ സാഹിത്യ ചരിത്രം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ചെമ്മീനാണ്. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിലെ പശ്ചാത്തലമായ കടപ്പുറമാണ് പുറക്കാട്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കരപിള്ള. തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് N. ശ്രീകണ്ഠൻ നായരാണ്. മലയാള ഗ്രന്ഥസൂചി പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി. ഒറ്റ കമ്പിയുള്ള തമ്പുരു എന്ന കൃതി രചിച്ചത് P. ഭാസ്കരനാണ്. വിലാപകാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യ മൗലിക കൃതിയാണ് ഒരു വിലാപം. C.S. സുബ്രഹ്മണ്യം പോറ്റി. കേരള പാണിനീയം രചിച്ചത് A.R. രാജരാജവർമ്മയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് A.R. രാജരാജവർമ്മ.
കുമാരനാശാൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വള്ളത്തോൾ നാരായണ മേനോൻ തന്നെ. കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവി വള്ളത്തോളാണ്. വിവേകാനന്ദ സ്വാമികളെക്കുറിച്ച് വള്ളത്തോൾ രചിച്ച കൃതിയാണ് ശ്രീകൃഷ്ണ പരുന്തിനോട്. മറ്റ് കൃതികൾ ബദിരവിലാപം, അച്ഛനും മകളും, ശിഷ്യനും മകനും, ചിത്രയോഗം അത് മഹാകാവ്യമാണ്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, സാഹിത്യമഞ്ജരി, കൊച്ചു സീത, മഗ്ദലന മറിയം. CV രാമൻപിള്ള രചിച്ച സാമൂഹ്യ നോവലാണ് പ്രേമാമൃതം. സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പേർ പരിഭാഷപ്പെടുത്തിയ കൃതിയാണ് ശാകുന്തളം. മലയാളത്തിലെ ആദ്യ ആക്ഷേപഹാസ്യ നോവലായ പറങ്ങോടി പരിണയം എഴുതിയത് കിഴക്കേപ്പാട്ട് രാമൻ മേനോനാണ്. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ്. ബുദ്ധചരിതം എന്ന ആട്ടക്കഥ രചിച്ചത് NV കൃഷ്ണവാര്യരാണ്. വാസനാവികൃതി എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാവിനോദിനി. വാസനാവികൃതിയുടെ കർത്താവ് വേങ്ങേൽ കുഞ്ഞിരാമൻ നായരാണ്. മാപ്പിളപ്പാട്ടിലെ മഹാകവി എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ. കേരളപ്പഴമ, കേരളോൽപ്പത്തി, പഴഞ്ചൊൽമാല എന്നിവയുടെ കർത്താവ് ഹെർമൻ ഗുണ്ട്രട്ടാണ്. SK പൊറ്റക്കാട് കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവലാണ് വിഷകന്യക. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട്. മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവൽ സുന്ദരികളും സുന്ദരന്മാരും. എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കി C രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇന്ദിരാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി ജോർജ് ഓണക്കൂർ രചിച്ച നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ്. EMSനെ കുറിച്ച് പരാമർശിക്കുന്ന M മുകുന്ദൻ രചിച്ച കൃതി കേശവൻ്റെ വിലാപങ്ങൾ. ഇബ്നു ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവലാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ. CP രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴി രചിച്ച നോവലാണ് ഏണിപ്പടികൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവൽ അമൃതം തേടി. തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറാ തോമസിൻ്റെ ശ്രദ്ധേയമായ രചനയാണ് നാർമടിപ്പുടവ. പറയപ്പെട്ട പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന N മോഹനൻ്റെ നോവൽ ഇന്നലത്തെ മഴ. ദസ്തയേവ്സ്കിയുടെ കഥ പറയുന്ന പെരുമ്പടം ശ്രീധരൻ്റെ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. നളചരിതം ആസ്പദമാക്കി സുമംഗല രചിച്ച നോവൽ അക്ഷഹൃദയം. അൽഫോൺസാമയുടെ മരണവും ശവസംസ്കാരവും എന്ന കൃതി എഴുതിയത് സക്കറിയാണ്. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കൃതി മോഹൻദാസ് ഗാന്ധി. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥയായി അറിയപ്പെടുന്നത് എൻ്റെ നാടുകടത്തലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ രചനയാണിത്. ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ എന്ന ഗ്രന്ഥം രചിച്ചത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയാണ്. മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയായ വോയിസ് ഓഫ് ദ ഹാർട്ടിൻ്റെ മലയാള പരിഭാഷ ഹൃദയത്തിൻ്റെ സ്വരം രചിച്ചിരിക്കുന്നത് K രാധാകൃഷ്ണ വാര്യരാണ്. നവയുഗ ശില്പി രാജരാജവർമ്മ എന്ന കൃതിയുടെ രചയിതാവ് പത്മന രാമചന്ദ്രൻ നായരാണ്. ഈ ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല ഞാൻ എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ K ബാബു ജോസഫ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KP അപ്പൻ്റെ കൃതിയാണ് മധുരം നിന്റെ ജീവിതം. AR രാജവർമ്മ ഒഥല്ലോയ്ക്ക് എഴുതിയ വിവർത്തനമാണ് ഉദ്ദാലചരിതം. KL മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്നെഴുതിയ നോവലാണ് അമാവാസി. MD വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് രചിച്ച നോവൽ അറബിപ്പൊന്ന്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്നെഴുതിയ നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. NN കക്കാടിന് വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് സഫലമീ യാത്ര. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി അമ്പലമണി. സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാത്രിമഴ. ചന്തുമേനോൻ്റെ അപൂർണ കൃതിയാണ് ശാരദ. മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് നോവലാണ് ധൂമകേതുവിൻ്റെ ഉദയം. രചിച്ചിരിക്കുന്നത് സർദാർ KM പണിക്കരാണ്. ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാളത്തിലെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവലാണ് അവകാശികൾ. രചിച്ചിരിക്കുന്നത് വിലാസിനിയാണ്. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് അക്ഷരം. മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാടാണ്. മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണി അമ്മയും. MK സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. OV വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഗുരുസാഗരം.
കർണനെ നായകനാക്കി PK ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. കാളിദാസനെ നായകനാക്കി ONV രചിച്ച കൃതി ഉജ്ജയിനി. ഭീമനെ നായകനാക്കി MD വാസുദേവൻ നായർ രചിച്ച കൃതിയാണ് രണ്ടാമൂഴം. അംഗദനെ പ്രധാന കഥാപാത്രമാക്കി സാറാ ജോസഫ് രചിച്ച നോവലാണ് ഊരുകാവൽ. ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ അഗ്നിസാക്ഷിയാണ്. സിനിമയാക്കിയ ആദ്യ നോവൽ മാർത്താണ്ഡവർമ്മ. പൂവമ്പഴം എന്ന പേരിൽ മലയാളത്തിൽ ചെറുകഥ എഴുതിയവർ ആരെല്ലാമാണ്? മാധവിക്കുട്ടി, ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് പരാമർശിക്കുന്ന വയലാറിൻ്റെ രചനയാണ് മാടവനപ്പറമ്പിലെ ചിത. കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് കോവുണ്ണി നെടുങ്ങാടിയാണ്. വർണ്ണരാജി, നവതരംഗം എന്നീ നിരൂപണ കൃതികൾ രചിച്ചത് ഡോക്ടർ M ലീലാവതി. മലയാളത്തിലെ ആദ്യ പാട്ടുകൃതിയാണ് രാമചരിതം. ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം, അത് ശീതങ്കൻ തുള്ളലാണ്. ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസം. ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യം വീണപൂവ്. ആദ്യ മഹാകാവ്യം രാമചന്ദ്രവിലാസം. ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. ആദ്യ ചെറുകഥ വാസനാവികൃതി. ആദ്യ ചെമ്പു ഉണ്ണിയച്ചി ചരിതം. ആദ്യ ആത്മകഥ തന്നെ വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെതാണത്. ചരിത്ര നോവൽ ആദ്യത്തേത് മാർത്താണ്ഡവർമ്മയാണ്. ആദ്യ റിയലിസ്റ്റിക് നോവൽ ധൂമകേതുവിൻ്റെ ഉദയം. ആദ്യ നോവൽ കുന്തലത. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ്. ആദ്യ മിസ്റ്റിക് നോവൽ എൻ്റെ ഗീത. ആദ്യ കുറ്റാന്വേഷണ നോവൽ ഭാസ്കരമേനോൻ. ആദ്യ സൈബർ നോവൽ നൃത്തമാണ്. ആദ്യ ഓഡിയോ നോവലാണ് ഇതാണെൻ്റെ പേര്. ആദ്യ വനിതാ നോവൽ സ്ത്രീ ശക്തിമയി ആപൽക്കരമായ മാല. ആദ്യ പിക്കാറസ്റ്റ് നോവലാണ് വിരുദൻ ശങ്കു. ആദ്യ യാത്രാവിവരണം വർത്തമാന പുസ്തകമാണ്, വ്യോമയാത്രയുമായി ബന്ധപ്പെട്ടത്. ആദ്യ ആക്ഷേപഹാസ്യമാണ് പറങ്ങോടി പരിണയം. ആദ്യ തനതു നാടകമാണ് കലി. ആദ്യ ഏകാംഗ നാടകം മുന്നോട്ടു വീരൻ. ആദ്യ സ്വതന്ത്ര ഗദ്യനാടകം മറിയാമ നാടകം. ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. ആദ്യ ചവിട്ട് നാടകം കാറൽമാൻ ചരിതമാണ്. ഇനി നമുക്ക് കുറച്ച് PYQs കൂടി നോക്കാം. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയത് ആരാണ്? കാരൂർ നീലകണ്ഠപിള്ള. ആത്മകഥയ്ക്കൊരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ലളിതാംബിക അന്തർജനം. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള 1993. എങ്കുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് PJ ആൻ്റണി. സൈക്കോ എന്ന തൂലികനാമം ആരുടേതാണ്? E മുഹമ്മദ്. 2019 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയാൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കിയ അംബികാസുധൻ മങ്ങാടിൻ്റെ നോവൽ എൻ മകജെ. നിരീശ്വരൻ എന്ന മലയാള നോവലിൻ്റെ കർത്താവ് VJ ജെയിംസ്. വാ ഗുരുവി വരുഗുരുവി എന്നു തുടങ്ങുന്ന പദ്യം ആരുടെ രചനയാണ്? G ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ്? M മുകുന്ദൻ. സാറാ തോമസിൻ്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവലാണ് നാർമടിപ്പുടവ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ MK മേനോൻ. ഓർമ്മയുടെ ഭ്രമണപദങ്ങൾ ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണൻ. ONV കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കുഞ്ഞുണ്ണി OV വിജയൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഗുരുസാഗരം. തൃക്കോട്ടൂർ പെരുമ ആരുടെ രചനയാണ്? UA ഖാദർ. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? സന്തോഷ് ഏച്ചിക്കാനം. വരിക വരിക സഹചര്യ എന്ന് തുടങ്ങുന്ന ഗാനം ആരുടേതാണ്? അംശി നാരായണപിള്ള. പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? K ശ്രീകുമാർ. അർജന്റീനയുടെ ജേഴ്സി എഴുതിയതാരാണ്? ബെന്യാമിൻ. അപ്പുക്കിളി എന്ന കഥാപാത്രം OV വിജയൻ്റെ ഏത് കൃതിയിലേതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രത്തിൻ്റെ പേര്? കേരള സാഹിത്യ ചരിത്രം. KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി? ആരാച്ചാർ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? VV അയ്യപ്പൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്